ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർട്രേറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗ്രിഡ് മേക്കർ എന്നുള്ള ഒരു ആപ്പാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രിഡ് മേക്കർ ഫോർ ഡ്രോയിങ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഓൾറെഡി ഇവിടെ എന്താ പറയുക, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഗ്രിഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ആപ്പാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 5 ബോക്സ് കാണുന്നുണ്ടല്ലേ, ലൈന്, ഡയഗണൽ, റേഡിയൽ ഗ്രിഡ്, ലേബൽ, ലോക്ക്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ എന്നുള്ള അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗാലറി പോയി ഫോട്ടോസ് എന്നുള്ള ആ ഒരു ഫയലിൽ പോയി അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയാൽ നമുക്ക് പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട്, അതായത് നിങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ അതിലുണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നത് മഞ്ജു വാര്യരുടെ പിക്ചറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, റേഷ്യോ കറക്റ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി ക്രോപ്പ് എന്ന് മുകളിൽ കാണില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എല്ലാം സെറ്റിംഗ് ആയിട്ടുള്ളൊരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു പിക്ചറാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ലൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അതേപോലെ ലേബൽ, ഇത് രണ്ടും നമ്മൾ ആ ക്ലിക്ക് ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. കണ്ടോ, ലൈന് എന്ന് ക്ലിക്ക് ഒഴിവാക്കിയപ്പോൾ നമ്മുടെ ഗ്രിഡ് എല്ലാം പോയി. ലേബൽ എന്നുള്ളത് ഒഴിവാക്കിയപ്പോൾ ആ ഒരു ബോക്സിൻ്റെ നമ്പറുകൾ ഉണ്ടായിരുന്നു, ആ നമ്പറുകളും പോയി. അപ്പോൾ നമ്മൾ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഗ്രിഡുകൾ വന്നു അല്ലേ. അപ്പോൾ ഡയഗണൽ ക്ലിക്ക് ചെയ്യാൻ എന്ത് സംഭവിക്കും നോക്കുക. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ടും ഓപ്പോസിറ്റൊക്കെ ആയിട്ടുള്ള ലൈൻസുകൾ വരും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇത്രയും ലൈൻസുകൾ ഇടുമ്പോൾ നമുക്ക് പിക്ചറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇത്രയും ലൈൻസുകൾ ഇടുമ്പോൾ നമ്മൾ ഈ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഒരുപാട് മായ്ക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല കേട്ടോ. റേഡിയൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, നമ്മളവിടെ ക്ലിക്ക് ചെയ്തു, ഇതുപോലെയാണ് ആ ലൈൻസ് കിടക്കുന്നത്. നമുക്ക് ആവശ്യമില്ല കേട്ടോ ശരിക്കും. ഇനി ലേബലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലേബൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ബോക്സിൻ്റെ മുകളിലും സൈഡിലായിട്ടും ബോക്സിന് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് ലൈന് ടിക്ക് ചെയ്യണം, അതേപോലെ തന്നെ ലേബലും ടിക്ക് ചെയ്യണം കേട്ടോ. ഇനി ലോക്ക് എന്നുള്ള ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ സംഭവം സൂം ഔട്ട് ചെയ്യാനോ സൂം ഇൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ടിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. കണ്ടോ, ഇപ്പോൾ ലോക്ക് നമ്മൾ ടിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതുപോലെ സൂം ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ ലോക്ക് ടിക്ക് ചെയ്താൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റണില്ല. കാരണം ഞാനിവിടെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് ആവശ്യമില്ല. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ പിക്ചർ ഇപ്പോൾ സെലക്ട് ചെയ്തു അല്ലേ. സെലക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ റൈറ്റ് സൈഡിലെ ബോക്സ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഓറിയൻറ്റേഷൻ എന്ന് കാണിക്കുന്നില്ലേ, അവിടെ വെർട്ടിക്കൽ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കലായിട്ടാണോ ഹൊറിസോണ്ടലായിട്ടാണോ നമുക്ക് പിക്ചർ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ വെർട്ടിക്കലായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പേപ്പർ സൈസ്, ഞാൻ A5-ൻ്റെ ബുക്കിലാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് ചിലപ്പോൾ A4 സൈസുള്ള ബുക്കായിരിക്കും, അതല്ലെങ്കിൽ A3 ആയിരിക്കും. A3 എന്ന് പറഞ്ഞാൽ A4-ൻ്റെ തൊട്ട് മുകളിലുള്ള കുറച്ച് വലിയ ബുക്കില്ലേ, അതിനെയാണ് A3 സൈസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുക്ക് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴാണ് ആ ഗ്രിഡിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് കറക്റ്റാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഔട്ട്ലൈന് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടൈം എടുത്തിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ A5 ആണ് ക്ലിക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഈ സംഭവം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ,
പക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്തെന്തിനാന്ന് വെച്ചാൽ ഈ ക്യാൻസൽ ഓപ്പൺ എന്നുള്ളടത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്തത് നമ്മൾ ഈ ഫോട്ടോ നമ്മുടെ ഈ ആപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെർട്ടിക്കലും A5 ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ബുക്കിൻ്റെ സൈസ് A5 സെലക്ട് ചെയ്തു. വെർട്ടിക്കലായിട്ടാണ്, അതായത് കുത്തനെയാണ് നമുക്ക് ഈ പിക്ചർ വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 3 ഓപ്ഷന് ലെഫ്റ്റ് സൈഡിൽ 3 ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സൈസ് 1 സെല്ല്. അപ്പോൾ ഇതിലിപ്പോൾ ബോക്സുകളൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സെല്ലിൻ്റെ സൈസാണ് കേട്ടോ അത് നമുക്ക് ഇവിടെ കണക്കാക്കേണ്ടത്. ഞാനിവിടെ 20 mm ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. 20 mm എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ് ഓരോ ബോക്സിനും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളത് A4ൻ്റെ ബുക്കാണെങ്കിൽ നിങ്ങൾ പോയിട്ട് 20 mm ഒന്നൊന്നും സെലക്ട് ചെയ്യരുത് കേട്ടോ. അതൊന്ന് നോക്കുക, നിങ്ങളൊന്ന് നോക്കിയിട്ട് പിന്നെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ A5 എന്ന് പറഞ്ഞാൽ A4ൻ്റെ തൊട്ട് താഴെയുള്ള നമ്പറാണ്, അതായത് A4നേക്കാട്ടിലും ചെറുത്. അപ്പോൾ ഞാൻ പറയുന്ന നമ്പറൊക്കെ ഡബിളാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സെല്ലിൻ്റെ സൈസ് കണ്ടോ. ഇപ്പോൾ ഇവിടെ 20 ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വച്ചത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കിടക്കുന്നത്. ഇനി ഫോട്ടോസ് ഞാൻ നോർമൽ സ്റ്റേജിലാണ് കണ്ടോ. എഫക്റ്റ് എന്നുള്ളത് നോർമലാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാം. ഇതേപോലെ ഔട്ട്ലൈന് സെലക്ട് ചെയ്യുക, സ്കെച്ച് സെലക്ട് ചെയ്യാം, റിലീഫ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇതൊന്നുമല്ല വേണ്ടത്, നമുക്ക് ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാനിവിടെ നോർമലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീണ്ടും നമ്മൾ ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തു. ഗ്രിഡ് കളറ്, അതായത് ഞാൻ ബ്ലാക്കാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡോ ബ്ലൂവോ ഗ്രീനൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. സ്ട്രോക്ക് 1.0 ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അത് 1.0 തന്നെ കിടന്നോട്ടെ, കാരണം സ്ട്രോക്ക് കട്ടി കൂടേണ്ട ആവശ്യമില്ല നമുക്ക് ശരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ 3 ലൈന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ പ്രൈമറി കളേഴ്സ്, ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ്, നമ്മൾ ഈ ലൈനിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതൊക്കെ കൂട്ടുന്നതാണ്, നമുക്കതൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ വരച്ചിട്ടുള്ള പിക്ചർ നമ്മൾ ഈ ഗ്രിഡ് ചെയ്തിട്ടുള്ള പിക്ചർ ഉണ്ടല്ലോ, അത് നേരെ സേവ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് നോക്കാം, ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഗാലറി പോയിട്ട് നോക്കി നോക്കാം. ഇത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും കണ്ടോ, ഗ്രിഡോട് കൂടി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗാലറി പോയിട്ട് നോക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പിക്ചർ ചെയ്ത് പകുതിക്ക് ചെയ്ത് പിന്നെ രണ്ടാമത് എടുക്കുമ്പോൾ ചിലപ്പോൾ സൈസൊക്കെ മാറിപ്പോകും. നമ്മൾ നേരത്തെ വരച്ചത് എന്താണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിക്ചർ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഗാലറിയിൽ നമ്മൾ എത്ര ബോക്സൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എവിടെയാണ്? ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് A5 ആണല്ലോ. ഇതിപ്പോൾ A4ൽ കിടക്കുകയാണ്, A5. ഓക്കെ, സോറി, രണ്ടാമത് ഓപ്പണിൽ പോയി നീങ്ങി. എനിക്ക് A5 ആണ് വേണ്ടത്. അപ്പോൾ ഞാനിത് A5ലാക്കി. ഞാനിപ്പോൾ A5ലാക്കിയപ്പോൾ എനിക്ക് എങ്ങനെയാണ് വന്നത്, മുകളിൽ 7 ബോക്സ് ഉണ്ട്, താഴേക്ക് 10 ബോക്സാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക, ആ ബോക്സിൻ്റെ എണ്ണം മാറുമ്പോഴാണ് നിങ്ങളതിൽ മിസ്റ്റേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ A4ൻ്റെ ബുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, 7 എന്നുള്ളിടത്ത് ഇപ്പോൾ 7ഉം 8ൻ്റെ ഒരു പകുതി നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ, പകുതിയല്ല 1/3 ഭാഗം കാണുന്നുണ്ട് 8ാമത്തെ ബോക്സിൻ്റെ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ A4ൻ്റെ ബുക്കായിരിക്കും അധികം ആൾക്കാർ യൂസ് ചെയ്യണത്. അപ്പോൾ 7 എന്നുള്ളിടത്ത് നിങ്ങൾ 14 ബോക്സ്
വരയ്ക്കണം കേട്ടോ. കുത്തനെ നമുക്ക് 10 ബോക്സാണ്, താഴേക്കായിട്ട് 10 ബോക്സാണുള്ളത്. അവിടെ നിങ്ങൾ 20 ബോക്സ് വരയ്ക്കണം കേട്ടോ. അതാണ് അതിൻ്റെ മാറ്റം. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ സൈസ് 1 സെല്ലി, അത് ഞാനിവിടെ 20 mm ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 20 mm തന്നെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് 20 mm തന്നെ സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 mm സെലക്ട് ചെയ്യുക, ആ ബോക്സിൻ്റെ നമ്പർ കൂട്ടിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പാർട്ടാക്കി ഇടുന്നത് എന്താ വെച്ചാൽ, ഇന്നലത്തെ പിക്ചർ എനിക്ക് തോന്നുന്നു, ഇന്നലത്തെ വീഡിയോ കുറേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇതുവരെയുള്ളത് ചെയ്യുക. ഓക്കെ.